അഹ്സാനു വഅബ്ശിറു ബിൽ ജന്നതില്ലതീ കുൻതും തുഅദൂൻ. സ്വർഗണ്ട്, പേടിക്കണ്ട, രക്ഷപ്പെട്ടു, ഞങ്ങളൊപ്പുണ്ട് കേട്ടോ, നന്നെ ഒന്നും അവർ ചെയ്യൂലേ. നഹ്നു ഔലിയാഉക്കും, ഞങ്ങൾ നിന്റെ സഹായികളായി കൂടെയുണ്ട്. ഫിൽ ഹയാത്തി ദുനിയ, ഇവിടെ ഉണ്ടാവും, ഫിൽ ആഖിറ, നാളെ ഉണ്ടാവും, പേടിക്കണ്ടട്ടോ എന്ന് പറയും. ആരോട് പറയും? മിന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു. അപ്പം മലക്കുകൾ ഇറങ്ങി വരാവുന്നവർ വീടായിരിക്കണം. അപ്പോഴേ അങ്ങനെയുള്ള കടിക്കുന്ന നായയുള്ള വീട്ടിലേക്ക് മലക്ക് കയറൂല. നിങ്ങൾ ചിന്തിക്കണം, ഇന്നത്തെ ഈ ആധുനിക സിനിമ നരകത്തിലേക്കുള്ള സബീല എന്നല്ല, സ്വർഗത്തിലേക്ക്. ശ്രദ്ധിക്കണേ, സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ ഇറക്കി വിടാൻ കാരണം ഇന്നത്തെ സിനിമയുടെ ആദ്യ വിരൂപമാണ്. സ്വർഗത്തിൽ നിന്ന്, ഞാൻ ഒന്നും കൂടി പറയാം, സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ ഇറക്കി വിടാൻ കാരണം ഇന്നത്തെ സിനിമയുടെ ആദിമ രൂപമാണ്. യാ ബനീ ആദം ലാ യഫ്തിനന്നകും ശൈത്വാൻ കമാ ഖറജ അബവൈകും മിനൽ ജന്ന യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈഥു ലാ തറൗനഹും ഇന്നാ ജഅൽനാ അശ്ശയാത്വീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ. ബുദ്ധിയുള്ള ആളുകൾ സിനിമ ആറാമെന്ന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് ചില ആളുകൾ ചിന്തിക്കും. നീ എങ്ങനെ കാണണമെങ്കിൽ നോക്കണ്ടേ? ഞാൻ പറയാണ് അമേരിക്ക ഇല്ല, എന്താ തെളിവ്? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയാണ് ലണ്ടൻ ഇല്ല, ഫ്രാങ്ക്ഫർട്ട് ഇല്ല, ലക്സംബർഗ് ഇല്ല, റെഡ് സ്ക്വയർ ഇല്ല, ഇതൊന്നുമില്ല. എന്താ തെളിവ് മുസ്ലിയാരെ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാതിരിക്കാന്നുള്ളത് തെളിവ്. ഇങ്ങനെയുള്ള വിഡ്ഢിത്തത്തിൻ്റെ തനിയാവർത്തനത്തിലാണ് ഇന്ന് വലിയ ആളുകൾ എന്ന് സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുക. നോക്കണം, പഠിക്കണം, അള്ളാഹുവിൻ്റെ ഹിബത്തിൻ്റെ വിജ്ഞാനം വേണം. ശുദ്ധ ഖുർആൻ അത്രേ പറയൂ, അങ്ങനെ പറയൂ. നിസ്കാരത്തെ പറ്റി ഹംസ് എന്നോ ഹംസത്തെന്നോ പറയാത്ത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണല്ലോ വിശുദ്ധ ഖുർആൻ. പിന്നെയോ ഖുർആനിൽ നിന്ന് മനുഷ്യൻ ഗവേഷണം നടത്തി കാര്യങ്ങളെ മനസ്സിലാക്കുകയും അതിനെ വിച്ഛേദിച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ. ആദമിൻ്റെ മക്കളെ അലൈഹിസ്സലാത്തു വസ്സലാം, പിശാച് നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കട്ടെ, പിശാച് നിങ്ങളുടെ അരികിൽ ഉപദ്രവം കൊണ്ടുവരാതിരിക്കട്ടെ, പിശാച് നിങ്ങളെ തകർക്കാതിരിക്കട്ടെ. വ്യക്തിപരമായും സാംസ്കാരികമായും പിശാച് നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ. കമാ ഖറജ അബവൈകും മിനൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളെ ഉമ്മയെയും ബാപ്പയെയും പുറത്താക്കാൻ അവൻ കാണിച്ച വേലത്തരം നിങ്ങളുടെ അരികിൽ നടത്തുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ. എന്തേ ചെയ്തത്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആരോഗ്യം കുറച്ച് കമ്മിയായതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിച്ചാൽ ഒന്ന് ഉഷാറാവും എന്നായിരുന്നു അയാളുടെ ചിന്ത. സത്യത്തിൽ ഈ പഴക്കഥ അങ്ങനെ കേട്ടാൽ തോന്നും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആരോഗ്യത്തിൽ അള്ളാഹിനെക്കാളും വലിയ താല്പര്യം ഉണ്ടായിരുന്നോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക്? അതൊന്നുമല്ല വിഷയം. ഒരു നിർദ്ദിഷ്ട വൃക്ഷമുണ്ടായിരുന്നു. ആ വൃക്ഷത്തിൻ്റെ വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഔറത്ത് പ്രത്യക്ഷമാകും എന്ന വിജ്ഞാനം ഇബ്ലീസിൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു. അതവൻ ഉപയോഗപ്പെടുത്തിയതാണ്. ഔറത്തുമായി ബന്ധപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ എന്നൊരു സ്വർഗം എന്നിവിടെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുക. അല്ലെങ്കിൽ ഈ ആയത്തിൻ്റെ അർത്ഥം എന്താ? യബ്നി ആദം. ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് തുറന്നിട്ട് ഇറങ്ങിയിട്ട് ഈ പരിസരത്തുള്ള മുഴുവനും, ഈ മതിൽ മുഴുവനും ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ ഇതന്നെയാണ് ഈ ആയത്ത് എന്ന് മനസ്സിലാക്കുന്നത്. ഈ അഡ്വർടൈസ്മെൻറ്റുകൾ, അത് ക്ലോസപ്പിൽ വരെ നിക്കറ് കാട്ടി നിൽക്കുന്ന പെണ്ണുങ്ങളെ പരസ്യം. യബ്നി ആദം. നോക്കൂ നമ്മളെ ഫിത്നയാക്കൽ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിത്നയാക്കിയത് പഴം കൊടുത്തിട്ട്, അതേ ഫിത്ന അവൻ നമ്മളോടെടുക്കും. ആദം നബിയുടെ പിന്നിൽ അലൈഹിസ്സലാം ഗൂഢമായി അവൻ ഉദ്ദേശിച്ച ഉദ്ദേശവുമായി നിങ്ങളെ അരികിൽ വരും. അതായത് നിങ്ങളെ സിനിമ കാണിക്കും, നിങ്ങളെ ഔറത്ത് ഒഴിവാക്കിക്കും, നിങ്ങളെ ഔറത്ത് മറക്കാതെയാക്കും. ഔറത്ത് മറക്കാതെ ആണിൻ്റെയും പെണ്ണിൻ്റെയും പിന്നാലെ നിങ്ങളെ യാത്ര ചെയ്യിക്കും. ഇതൊക്കെ തന്നെയാണ് ആ സംസ്കാരത്തെ നിങ്ങൾക്ക് കരണീയമാക്കും. നിങ്ങൾ ചിന്തിക്കണം. ഈ പറഞ്ഞത്
അള്ളാന്റെ ഖുർആൻ എന്തിനു പറഞ്ഞതാ? എന്താ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ചിന്തിക്കണില്ലേ? അള്ളാഹുവിന്റെ ഹിബത്തിന്റെ വിജ്ഞാനം അള്ളാഹു നൽകണം. അള്ളാഹു നമുക്ക് തരട്ടെ. ഹിബത്തിന്റെ അഖ്ല് നൽകണം, ഹിബത്തിന്റെ ഇൽമു നൽകണം. അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. നമ്മൾ ഇല്ലാത്തവരാ, പക്ഷെ ചിന്തിക്കണം. എന്താണ് പറഞ്ഞത്? യബ്നി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ കമാ ഖറജ അബവൈകും മിനൽ ജന്ന കമാ ഖറജ അബവൈകും മിനൽ ജന്ന. സ്വർഗത്തിൽ നിന്ന് മാതാപിതാക്കളെ പുറത്താക്കുന്ന അതേപോലെ നിങ്ങളെ അവൻ സ്വർഗത്തിൽ കയറ്റാതിരിക്കാൻ നോക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ ചെയ്തത്? യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ. യൻസിഉ അൻഹുമാ ലിബാസഹുമാ, ആദമിന്റെയും അലൈഹിസ്സലാം ഹവ്വാ റളിയല്ലാഹു അൻഹയുടെയും വസ്ത്രം ഒഴിവാക്കാൻ വേണ്ടിയാണ് അവൻ ശ്രമിച്ചത്. യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ. ഈ ആയത്തിൽ നിന്ന് പ്രഗൽഭമായി മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ആശയം എന്താ? ഔറത്തുമായി ബന്ധപ്പെട്ടതാണ് സ്വർഗം എന്ന്. ആ പ്രവർത്തനത്തിൽ, അതിൻ്റെ പേരിലല്ലേ നമ്മൾ അവിടെ നിന്ന് പുറത്തു പോകുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാന യോഗ്യത ഒരാൾ ഔറത്തിനെ സൂക്ഷിക്കുക എന്നതാണ്. എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ. മറ്റേത് അമലും ഒരുപക്ഷെ അള്ളാഹു തആല പൊറുത്താലും ഇത് അള്ളാഹുവിൻ നേരത്തെ ഫസ്റ്റായി നമ്മളെ ഓർമ്മപ്പെടുത്തിയ കാര്യമായതുകൊണ്ട് ഇതിന് വഴിപ്പെടാതെ വന്നാൽ അള്ളാഹു പൊറുക്കുമോ എന്ന കാര്യം സംശയമാണ്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തഫ്സീർ ഇബ്നു കസീറിൽ പറയുന്നത് നോക്കൂ. റഹ്മത്തുള്ളാഹി അലൈഹിന്റെ സ്വയം അഭിപ്രായം പറയല്ല. ഈ ആയത്ത് സിനിമക്കെതിരാണ്. ഇന്നത്തെ സിനിമകൾ വർത്തമാന സിനിമകളും നാടകങ്ങളും ഡാൻസുകളുമാണ് ഈ പറയുന്നത് എന്നത് എൻ്റെ കണ്ടെത്തൽ മാത്രമല്ല. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. മുഫസ്സിരീങ്ങൾ എഴുതി വെച്ച കാലത്ത് ഒരുപക്ഷെ സിനിമ ഇല്ലായിരുന്നുവെങ്കിലും അതിന് ബാധമായ കാര്യങ്ങൾ, ഖിയാമത്ത് നാൾ വരെ വരാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട മഹാന്മാരായ ആരിഫീങ്ങളായ ഖിയാമത്ത് നാൾ വരെ നോക്കിക്കണ്ട ഹബീബായ റസൂലുള്ളാഹിന്റെ പിന്തലമുറക്കാർ ഇവിടെ വ്യവച്ഛേദിച്ചു വച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? യുഹദ്ദിറുല്ലാഹ്, അല്ലാഹു തആല ഇവിടെ ഓർമ്മപ്പെടുത്തി തന്നെ ബനി ആദമിന്റെ മക്കൾ അലൈഹിസ്സലാം മിൻ ഇബ്ലീസ, ഇബ്ലീസിനെ തൊട്ട് ഓർമ്മപ്പെടുത്തി തന്നെ മുബയ്യിനൻ ലഹും, നിങ്ങൾക്ക് വ്യക്തമാക്കി തരുകയാണ്. അദാവതഹുൽ ഖദീമ, നിങ്ങളെ പഴയ ശത്രുത, നിങ്ങളോടുള്ള ശത്രുത അവൻ പ്രയോഗിക്കും. ഫീ സഈഹി വഇഖ്റാജിഹി, അവനെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുറത്താക്കുന്ന കാര്യത്തിൽ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും ഇലാ ദാരി തഅബി, ഈ കഷ്ടപ്പാടിന്റെ ഭൂമിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന പണി. സ്ഥിരമായ ഒരു കഷ്ടപ്പാട് നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോയാൽ തന്നെ സ്ഥിരമായ കഷ്ടപ്പാട്. ഇവിടുന്ന് പുറത്തു പോയാൽ പിന്നെ സ്ഥിരമായ കഷ്ടപ്പാട് ഏതാ? ഇവിടുന്ന് പുറത്തു പോയാൽ സ്ഥിരമായ കഷ്ടപ്പാട് ഏതാ? അമിലത്തുൻ നാസിബ തുസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ഹൽ അതാക ഹദീസുൽ ഗാശിയ. അമിലത്തുൻ നാസിബ, അത് ക്ലേശത്തിന്റെ ദുനിയാവാണ്, നരകം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ കഷ്ടപ്പാടിന്റെ ലോകത്തേക്ക് ഇവിടേക്ക് കൊണ്ടുവന്നതുപോലെ നിങ്ങളെ കൊണ്ടുപോകാൻ അവൻ ശ്രമിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. എങ്ങനെയാണ് അവൻ ശ്രമിക്കുക? ഫീ ഹാത്തികി ഔറതിഹി ബഅദ മാ കാനത് മസ്തൂറതൻ അൻഹു, മറക്കപ്പെട്ട മസ്തൂറതൻ അൻഹു, മറക്കപ്പെട്ടതായ ഔറത്തിനെ പ്രത്യക്ഷമാക്കുകയാണ് ആദം നബിയെ പുറത്താക്കാൻ ഇബ്ലീസ് ചെയ്ത പണി. അല്ലാതെ പഴം കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു ഉദ്ദേശം അവന് ഉണ്ടായിരുന്നില്ല. പഴത്തിന്റെ പിന്നിൽ അവന് ഗൂഢമായ ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഔറത്ത് പ്രത്യക്ഷമാക്കലായിരുന്നു. ഒരു നിർദ്ദിഷ്ട പഴം കഴിച്ചാൽ അത്തരം ആളുകളുടെ ഔറത്ത് പ്രത്യക്ഷമാകുമെന്ന വിജ്ഞാനം മറ്റാരെക്കാളും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഉണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഈ ആയത്തിന്റെ വ്യാഖ്യാനം തഫ്സീറുൽ കബീർ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത്.